ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മളൊരു ന്യൂ ഹെൽത്തി യെറ്റ് സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് അവക്കാഡോ എഗ് സാലഡ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ അതല്ല ഇൻ ബിറ്റ്വീൻ സ്നാക്സ് ആയിട്ട് നമുക്ക് ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. സോ അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. സോ അതിനായിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊരു ബൗളിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള അവക്കാഡോ അല്ലെങ്കിൽ ബട്ടർ ഫ്രൂട്ട് ആഡ് ചെയ്യുക. ഞാനിവിടെ ഹാഫ് അവക്കാഡോ ആണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഈസിലി അവൈലബിൾ ആണ്. സോ കൂടുതൽ റൈപ്പൻ ആവാത്ത നന്നായിട്ട് വിളഞ്ഞിട്ടുള്ളത് തന്നെ നല്ലത് നോക്കിയെടുക്കുക. ശേഷം ഇതിലേക്ക് നമ്മൾ 2 ബോയിൽഡ് എഗ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ബോത്ത് വൈറ്റ്സ് ആൻഡ് യെല്ലോ യോക്ക് എടുക്കുന്നുണ്ട്. നിങ്ങൾ എഗ് വൈറ്റ്സ് മാത്രം ആഡ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 2 പകരം 3 എഗ് വൈറ്റ്സ് ആഡ് ചെയ്യാവുന്നതാണ്. ശേഷം ഞാനൊരു 1/4 ഒനിയൻ സ്മോൾ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് ആഡ് ചെയ്യുന്നുണ്ട്. ശേഷം മുളക്, ചില്ലി ആഡ് ചെയ്യുന്നുണ്ട്. ഇത് നല്ല എരിവുള്ള മുളകായിരുന്നു. സോ പ്രത്യേകം ശ്രദ്ധിക്കുക, കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതാണെങ്കിൽ മേക്ക് ഷുവർ ദാറ്റ് എരിവ് നോക്കിയിട്ട് മാത്രം ആഡ് ചെയ്യുക. അവോയ്ഡ് ചെയ്താലും പ്രോബ്ലം ഇല്ല. ശേഷം ഹാഫ് ആപ്പിൾ ആഡ് ചെയ്യുന്നുണ്ട്. ഫ്രൂട്ട്സ് ഐറ്റംസിൽ ഞാൻ ആഡ് ചെയ്യുന്നത് ആപ്പിളും പൊമോഗ്രാനൈറ്റും ആണ്. സോ ഇത് നിങ്ങൾക്ക് ഡിഫറെൻ്റ് യൂസ് ചെയ്യാം. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ ഒരു കോമ്പിനേഷനാണ് ബെസ്റ്റ്. ഓക്കെ, ഞാനിങ്ങനെ പലത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഈ ഒരു വെർഷൻ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. സോ നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മുടെ ബട്ടർ ഫ്രൂട്ട് എന്ന് പറയുന്നത് എഗെയിൻ ഒരു ഭയങ്കര ന്യൂട്രീഷ്യസ് റിച്ച് ആയിട്ടുള്ള വൺ ഓഫ് ദ ഫ്രൂട്ടാണ് ഈ ബട്ടർ ഫ്രൂട്ട് എന്ന് പറയുന്നത് അവക്കാഡോ. അപ്പോൾ അതിനകത്ത് നമ്മുടെ ഹാർട്ട് ഹെൽത്തിന് അല്ലെങ്കിൽ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട് ആയതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ഫില്ലിങ് തരുന്നതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ വിറ്റാമിൻസ് ആയിട്ടുള്ള CE, K, B6 ഇതെല്ലാം ഈ അവക്കാഡോയിൽ അടങ്ങിയിട്ടുള്ളതാണ്. സോ ഇറ്റ്സ് ഗുഡ് ഫോർ അവർ ഹെൽത്ത്. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് നമ്മൾ സീസണിങ് അല്ലെങ്കിൽ ഒരു ഫ്ലേവർ കൊടുക്കാൻ വേണ്ടിയിട്ട് പെപ്പർ പൗഡറും സോൾട്ടും ആണ്. അപ്പം നിങ്ങൾ അതിൻ്റെ സാലഡൊക്കെ കണ്ടുകൊണ്ട് ഞാൻ എപ്പോഴും അത് ലിമിറ്റ് ചെയ്ത് നിർത്തുന്നതാണ്. ഇത് എനിക്ക് എപ്പോഴും ഒരു പെപ്പർ അല്ലെങ്കിൽ സോൾട്ട് വെച്ചിട്ട് ട്രൈ ചെയ്യുന്നതാണ് ഇഷ്ടം. അപ്പം നിങ്ങൾക്ക് ഇതിനൊരു മോഡിഫൈഡ് വെർഷനിൽ ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ഒറിഗാനോ ഉണ്ടല്ലോ അത് ആഡ് ചെയ്യാം. സോ അതൊക്കെ എക്സ്ട്രാ ഫ്ലേവർ തരുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. സോ ഇതുപോലെ തന്നെ ഇതിന് കുറച്ചും കൂടി ഇപ്പം നമ്മൾ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്, നമ്മൾ മാഷ് ചെയ്യുന്നില്ല. അപ്പം സാലഡ് നമ്മൾ കഴിക്കുമ്പോൾ ശരിക്കും വെജിറ്റബിൾസ്, ഫ്രൂട്ട്സും അതുപോലെ തന്നെ കിടക്കുന്നതാണ്. എന്നാൽ അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആവുക തന്നെ വേണം. ഇത് നമ്മളിനി മയണൈസ് അല്ലെങ്കിൽ കേർഡൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഒരു നല്ലൊരു മിക്സർ ഫോമിലോട്ട് കൊണ്ടുവരുവാണെങ്കിൽ നമുക്ക് ബ്രെഡ് ടോസ്റ്റ് ഉണ്ടാക്കുന്ന ഫില്ലിംഗ് ആയിട്ടും ഇത് യൂസ് ചെയ്യാവുന്നതാണ്. കുറച്ചൊരു കെച്ചപ്പൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ. പക്ഷെ ഇത് വൺ ഓഫ് ദ ബെസ്റ്റ് സാലഡാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാലഡാണിത്. സോ ഇത് നമുക്ക് ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് ഞാൻ ഹാപ്പി. ഈ ഒരു സാലഡ് എന്ന് പറയുന്നൊരു ഫുൾ പാക്കേജാണ്. ഇതിനകത്ത് ഓരോ ഇൻഗ്രീഡിയൻസ് ലൈക്ക് പൊമോഗ്രാനൈറ്റ് ആയാലും ആപ്പിൾ ആയാലും എഗ് ആയാലും, എഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മിനറൽസിൻ്റെയും വിറ്റാമിൻസിൻ്റെ ഒക്കെ ഒരു കലവറ തന്നെയാണ്. സോ ഇത് ഭയങ്കര നല്ലൊരു റെസിപ്പിയാണ്, നിങ്ങൾ കുട്ടികൾക്കും കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് എൻ്റെ അടുത്ത് തീർച്ചയായിട്ടും പറയണം. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യാനായിട്ട് മറക്കരുത്. സോ താങ്ക് യു ഗൈസ്, ബൈ.